അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആണുങ്ങളാരും ഇല്ലേ? ഞാണ്ടല്ലോ. അല്ല ആണുങ്ങളെ. അപ്പോ ഈ ഡിവോഴ്സ് വിഷയത്തില് നിങ്ങൾ എല്ലാവരും ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ എന്താ കാരണം എന്നറിയാമോ? ഇല്ല, ഇതിൽ ഇവര് മാത്രമല്ല പങ്കാളികൾ, നിങ്ങൾ എല്ലാവരും പങ്കാളികളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ എന്ത് ചെയ്തു സാറ് പറയണേ? ഇവൻ ഇവിടെ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? അതാണല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ചായക്ക് പഞ്ചസാര കൂടിപ്പോയി ഒരെണ്ണം വെച്ച് സാറേ കണ്ടോ ഈ ആദ്യ കയ്യാങ്കടി നടത്തുന്ന കുടുംബത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? ഈ വീട്ടിൽ നിന്നാണല്ലോ ഈ കുട്ടി പറഞ്ഞത്, പിന്നെ എങ്ങനെ അവിടെ ഒരു അനുസരണം ഉണ്ടാവും? സാറേ നല്ല സ്വഭാവവും വിദ്യാഭ്യാസവും ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഇവന് കിട്ടിയിട്ട് ഇവൻ അതിന്റെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അയ്യടാ അങ്ങനെ ഒരു വിദ്യാഭ്യാസം അങ്ങനെ സുന്ദരിയായിട്ട് സ്വഭാവം നന്നാവണം തള്ളേ. സ്വഭാവത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു സാറേ. എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി എടുക്കും നല്ല താമക്കൂടം പോലെ ഇരുന്ന എന്തെങ്കിലും സ്വഭാവത്തിന് കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് താങ്കപ്പടം പോലെ ഇരുന്നത്. ഇതിനൊക്കെ നാക്ക് വലിച്ചിട്ട് നാലും ചുഴറ്റി വെച്ചിട്ട് പാറയിലെടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേര് അവിടെ പുറത്ത് നിന്ന് ഡിസ്കസ് ചെയ്യും. കയ്യാങ്കളിയിലേക്ക് പോരുത്, സംസാരിച്ചാൽ മാത്രം മതി. ഞാൻ ഇവരോട് സംസാരിക്കട്ടെ. അല്ല ഞങ്ങൾക്കിപ്പോ ഒരു ഡിസ്കഷനും വേണ്ട സാറേ. സാറിപ്പോ ഇതൊന്നും ഒത്തുതീർപ്പാക്കി അങ്ങനെ ഡിവോഴ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ പുറത്തേക്ക് മാറി നിൽക്കൂ. ഇത് വീട്ടിലേക്കാ കയറ്റിന്ന് നല്ല ബുദ്ധിമുട്ടല്ലേ? അപ്പോ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണം? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് നമ്മളൊരു കുടുംബമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും. എന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിൻ്റെ മുകളിൽ അതങ്ങ് തട്ടി താഴെയിടും. നാറാണത്ത് ഭ്രാന്തൻ്റെ പണിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ ആക്ച്വലി പ്രശ്നം? സാറേ ഈ പഞ്ചസാരയുടെ അല്ല യഥാർത്ഥ വിഷയം. അതെനിക്ക് മനസ്സിലായി. ഇവൾക്ക് ഇപ്പൊ തൽക്കാലമായിട്ടൊരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ പിന്നെ ഇവളൊരു ഫോണും വാങ്ങിയിട്ട് 24 മണിക്കൂറും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചാറ്റാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തു തരാൻ ഇവൾക്ക് നേരമില്ല. ആ കുട്ടിക്ക് ഒരു അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഇവൾക്ക് നേരമില്ല. കുടുംബകാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഈ ഫോണിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. 10-12 വർഷമായിട്ട് ഇതന്നെയാ ചേട്ടന്റെ സ്വഭാവം സാറ്. എന്നൊന്നും മൈൻഡ് ചെയ്യ പോലും ഇല്ല. എപ്പോഴും ഫേസ്ബുക്കും മെസ്സേജും ചാറ്റിങ്ങും. അപ്പൊ ഞാനൊരു ചെറിയ റിവെഞ്ച് ചെയ്തേ ഉള്ളൂ.